ഹായ് ഗൈസ്, ഐ ആം പിൻ ബാക്ക്. അപ്പൊ കുറെ നാളായി നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി സിനിമ ആണെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവരിൽ നിന്നും 2 പേർക്ക് അടുത്ത മൂവി റോസ്റ്റിന്റെ വീഡിയോയിൽ നമ്മൾ 2 ഷവർമ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വേഗം കമന്റ് ഇട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ നല്ല ഉറപ്പിന് വയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് സംസാരിച്ച സമയം കളയാനില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഡബിൾ സ്മാർട്ട് എന്നാണ് ഈ സിനിമയുടെ പേര്. ഇത് സ്മാർട്ട് ശങ്കർ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. എന്ന് വെച്ചാൽ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആകെ കണക്ഷൻ ഉള്ളത് ഇതിലെ നായകനും ഒരു പോലീസ് ഓഫീസറും സെയിം ആണ്. പിന്നെ ഈ സിനിമയെ പറ്റി എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനെ അറിയില്ല, കാവ്യതാപ്പറില്ലേ? അത് ശരിയാ. ഒരു പയ്യൻ, ഒരു അമ്മ. അപ്പൊ ഈ അമ്മയുടെ പേരാണ് പുഷ്പമ്മ. പുഷ്പയുടെ അമ്മയാ? എടാ, പുഷ്പയുടെ അമ്മയല്ല, ഇത് ശങ്കരന്റെ അമ്മ. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ മകനെ നോക്കുന്ന അമ്മ. അളിയത് KGF അല്ലേ? KGF ആണെന്ന് നിനക്ക് തോന്നുമെങ്കിലും ഇത് KGF അല്ല, ഇതാണ് ഡബിൾ സ്മാർട്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നും ഒരു രാജാവിനെ പോലെ തന്നെ ജീവിക്കണം. ഈ ഡയലോഗ് ഞാൻ എവിടെയോ KGF തലയിലൊന്നും കേറുന്നില്ല അമ്മേ. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ ചെറുക്കനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കിയില്ല. അവൻ പറയാണ് പരീക്ഷയില് ജയിക്കോ ഇല്ലേന്ന് അറിയില്ല. ഇപ്പൊ കിട്ടണം നിനക്ക്, ഇപ്പൊ കിട്ടും ചീത്ത മോനെ. ജീവിക്കാൻ എന്തിനാ മോനെ വിദ്യാഭ്യാസമൊക്കെ? നല്ല തന്റെ ഇടം മതി. ഈശ്വര, എന്താലേ എവിടെ കിട്ടും ഇങ്ങനത്തെ അമ്മേനെ? അതൊക്കെ നമ്മുടെ അമ്മയായിരിക്കണം. പത്തലിനടിച്ചേ, പത്തലിന്. സിംഹവും പുലിയൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ? രാജാവിനെ പോലെയാണ് അവര്. അങ്ങനെ ഈ നായകന്റെ അമ്മേനെ ആരോ കൊന്നളിയും. അതിന് പ്രതികാരം ചെയ്യാനാണ് നായകൻ ജീവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. അയ്യതല്ല, മെനി ഇയേഴ്സ് ലേറ്റർ. അത് Big Bull is coming. വലിയ ആളെയാ, ഓടി രക്ഷപ്പെടാ. അത് ശരി, സഞ്ജയ് ദത്തിന്റെ പേരാണല്ലേ വലിയ കാള, ബിഗ് ബുൾ. പക്ഷേ ഡ്രഗ്സ് മൈ പ്രോബ്ലം. ഓ, ഡ്രഗ് വിൽക്കുന്നത് ബിഗ് ബുളിന് ഇഷ്ടമല്ല. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസ്കസ്. യു ഗോട്ട് ഇറ്റ്? ഛേ, എന്നാലും വില്ലൻ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമയാന്ന് ഞാൻ വിചാരിച്ചില്ല. മാഫിയ എന്നാൽ ഞാൻ മാത്രമാണ് മാഫിയ. അത് ശരി. തോക്ക് കൊണ്ടുവന്നവരെ കത്തി കൊണ്ട് നേരിട്ട ലവന്മാരല്ല ശരിക്കും മണ്ടന്മാര്. നല്ലതാടേ, സ്വന്തം ആശാന അടി കിട്ടുമ്പോ ബാക്കിൽ നിങ്ങൾ പാമ്പിനെ ഓടിച്ച് കളിക്ക്. തിന്ന ചോറിന് അല്പം നന്ദി കാണിച്ചൂടെ? ചേച്ചി, ഞങ്ങളുടെ ഷർട്ടൊക്കെ കീറിയിട്ട്. Nobody can kill Big Bull. അത് ശരി. Big Bull lives forever. ഓക്കേടാ. You have only 3 months to live. അങ്ങനെ ബിഗ് ബുളിനോട് അവര് പറയാണ് പുള്ളിക്ക് ബ്രെയിൻ ക്യാൻസർ ആണ്, 3 മാസത്തിനുള്ളിൽ തട്ടിപ്പോകും. ആ ബ്രെയിൻ ട്യൂമറിന്റെ പേരെന്താ? Glioma. നല്ല പേര്. I am Big Bull. I am too young to die. മരിച്ചു പോവാൻ പോകണമെന്ന് അറിഞ്ഞ ബിഗ് ബുൾ എന്താ പറഞ്ഞെന്ന് അറിയോ നിങ്ങക്ക്? അടുത്ത 100 വർഷത്തേക്കുള്ള പ്ലാനുകൾ ഇപ്പോഴേ തയ്യാറാണ്. 100 വർഷം? അതിത്തിരി കൂടുതലല്ലേട്ടാ? എനിക്ക് ഒരുപാട് കാലം ജീവിച്ചേ പറ്റൂ. എന്താ മാർഗം? എന്തായിരിക്കും ആ മാർഗം? ആർഗോം കൊണ്ട് തലയിൽ ചകിരി കമിഴ്ത്തി വെച്ച ഒരു സയന്റിസ്റ്റ് വരും. Only one option, sir. അങ്ങനെ സയന്റിസ്റ്റ് ഗിരിച്ച പറയും, ഒരു ഐഡിയ ഉണ്ട്. മെമ്മറി ട്രാൻസ്ഫർ. മെമ്മറി ട്രാൻസ്ഫറാ എന്ന് വെച്ചാ തെളിച്ചു പറ. നിങ്ങളുടെ മെമ്മറി എടുത്തിട്ട് മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിലനിർത്താൻ സാധിക്കും. ഓ, ഇത് മറ്റേ സ്കൈഫൈ പടം പോളി സിനിമയായിരിക്കട്ടത്. അപ്പോ അയാളുടെ മെമ്മറിക്ക് എന്ത് സംഭവിക്കും? അതെല്ലാം ഡിലീറ്റ് ആയി പോവും. ഓ, ഡിലീറ്റ് ആയി പോവും. ഇതെന്താ ഹാർഡ് ഡിസ്കാ ഡിലീറ്റ് ആയി പോവാൻ? അങ്ങനെ പരീക്ഷണം തുടങ്ങും. ഈ മെമ്മറി ട്രാൻസ്ഫർ എങ്ങനെ നടത്തണമെന്ന് നിനക്കറിയോ? തലയുടെ ബാക്കിൽ ഒരു USB പോർട്ട് ഫിറ്റ് ചെയ്യണം. അതിന് കുറെ പേരെ പിടിച്ച് ഹോൾ ഇടും. പക്ഷെ ഹോൾ ഇടുന്നവരൊക്കെ തട്ടിപ്പോവും. ലാസ്റ്റ് സയന്റിസ്റ്റ് ഗിരിജ പറയും, ഹൈദരാബാദിൽ ഒരു ശങ്കർ എന്ന് പറഞ്ഞൊരുത്തരുണ്ട്, അവനെ പെട്ടെന്ന് തന്നെ പൊക്കണം, അവന്റെ തലയുടെ ബാക്കിൽ ഒരു USB പോർട്ട് ഉണ്ടെന്ന്. ഇനിയാണ് നമ്മുടെ ഹീറോന്റെ എൻട്രി. ഓ, പടക്കൊക്കെ പൊട്ടിച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ശരി, ഇവന്മാരെന്തിനാടാ തോക്കും പിടിച്ചോണ്ട് നിക്കണേ? മാസ്ക് നിക്കാൽ സാലേ. നിലത്ത് വെടി വെക്കേണ്ട, അവന്റെ നെഞ്ചത്തേക്ക് വെക്കടാ. നീ ഗുണ്ടയാണെങ്കിൽ ഞാൻ നിന്റെ തന്തയാടാ. നീ മാസാണെങ്കിൽ ഞാൻ കൊലമാസാടാ. ഇനി നമുക്ക് കുറച്ച് പ്രാസം വെച്ചുള്ള ഡയലോഗുകൾ കേൾക്കാം. സ്മാർട്ട് ശങ്കർ. നല്ല പേര്. പൊന്നു മോനെ കേട്ടോ, ആ പറ. ഓരോന്നിന്റെ അരയിലും അരഞ്ഞാണോ ഇട്ട് തരും ഞാൻ. ശരിക്കും അറിഞ്ഞോണ്ടിട്ട് വരുമോ? സ്വർണത്തിന്റെ വെള്ളിയുടെയാ? ആസനത്തിലെ ഗ്രാനേഡ് കെട്ടി പിന്നൂരും ഞാൻ. അയ്യേ, വൃത്തിയായിട്ടവൻ. നിന്റെ ബോസിനോട് പോയി പറ, എന്നെ പറയോടാ. അത് ശരി, മുതലാളിനോട് പോയി പറയുമെന്ന് വെച്ചിട്ട് അവനെ വേണ്ടി വെച്ച് കൊന്ന. ഇനിയിപ്പോ ആര് പോയി പറയും?
അത് കഴിഞ്ഞ് ഇൻട്രോ സോങ് ആണ്. ഈ പാന്റ് ഞാൻ എവിടെയോ ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഹൈ നല്ല സ്റ്റെപ്പ്. ഓർഗാനിക് കഴിച്ചിട്ട് എത്ര നാളായടാ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ നായകൻ ഓർഗാനിക് ആപ്പിൾ കഴിക്കണമെന്ന് പറയും. ആണ്ട് നിൽക്കുന്ന നമ്മുടെ നായികനെ കാണുമ്പോ നമ്മുടെ ഇവന്റെ കൺട്രോള് പോവും. നമ്മൾ പറഞ്ഞ കാശ്മീരി ആപ്പിൾ ദേ നിൽക്കുന്നു. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലടാ നിന്റെ ഓർഗാനിക് ആപ്പിള്. ഫുൾ ഓർഗാനിക് പീസ് തന്നെയാടാ. കൊള്ളാടാ. നീ അവളുടെ തുട കണ്ടോ? ഞാനത് കണ്ടു. നമ്മുടെ മോൺസ്റ്റർ സിനിമയിൽ ലാലേട്ടൻ പറയണത് പോലത്തെ ഒരുപാട് വൾഗർ ആയിട്ടുള്ള ജോക്കുകൾ ഇവിടെ നായകൻ അടിച്ചു വിടുന്നുണ്ട്. ഇതാണ് ഹീറോയിസം എന്നാണ് അവര് പറയുന്നത്. ഒരു തമാശ പറഞ്ഞാന്നേ. അപ്പൊ നായിക ഹെഡ്സെറ്റ് വെച്ചിട്ട് അവൾക്ക് മലയാളം അറിയില്ല എന്ന് വെച്ചിട്ടാണ് ഇവന്മാർ ഇതൊക്കെ പറയണത്. പക്ഷെ നായിക എല്ലാം കേൾക്കും, തിരിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം കോമഡിക്കാന്ന് പറഞ്ഞ എന്തൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഒരു തമാശയും വരുന്നില്ല. പിന്നെ കഥയായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് അയാളെ അങ്ങോട്ട് ലീവ് ചെയ്യാം, പിന്നെ ഹീറോയിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഹീറോ ഒരു കാസിനോയിൽ കളിക്കാൻ വരും. അല്ല, ഇത് നമ്മുടെ ശ്രീനിവാസൻ പണ്ടേ വിട്ട സീനല്ലേ? എന്താണ് ഇത്? ഈ കൊല പഴിപ്പിക്കാൻ ആരെയെ കെട്ടി വെച്ചത്? അപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ലവനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് സയന്റിസ്റ്റ് ഗിരിജയും മറ്റേ പെണ്ണും വരും. എന്താണ് ഇവനൊരു കാമപിശാശ് തന്നെ. അപ്പൊ പെണ്ണ് കലക്കി കൊടുത്ത് മയക്കുന്ന സാധനത്തിന്റെ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുന്നത് വഴി തട്ടിക്കൊണ്ടുപോകൽ ക്യാൻസൽ ആവും. അടുത്ത ദിവസം നമ്മുടെ ശങ്കർ പിന്നെയും ബിഗ് ബുളിന്റെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തൊരു സ്ഥലത്ത് വരും. അവിടെ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ട് ദാണ്ട നിൽക്കുന്ന നമ്മുടെ ഹീറോയിൻ. ജൂഡോ. ഇതാണോ ജൂഡോ? ഇത് ഫൈറ്റ് തന്നെയാണോ? നിന്റെ തോലുരിച്ച് കളയാനാടാ തെണ്ടി. എന്തുവാണ് ഇതൊക്കെ? ഫുള്ള് തെറിയാണല്ലോ. നിന്റെ ഈ സ്ട്രോബെറി ചുണ്ട് കണ്ട് ഞാൻ ഇങ്ങനെ ചക്കര അടങ്ങിയിരിക്കുക. വൃത്തിയായിട്ടവൻ ഉമ്മച്ച് കളിക്കണ. അതും കൺസെന്റ് ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവനെയും ചേർക്കേണ്ടി വരും. പ്ലീസ് ഡോണ്ട് ത്രോ മീ ഔട്ട്. ഐ റിയലി നീഡ് ദിസ് ജോബ് സർ, പ്ലീസ്. അങ്ങനെ പൈസ പോകുന്നത് വഴി ഹീറോയിന്റെ പണിയും പോകും. പിന്നെയും അവനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് മറ്റേ ബെയിലി വരും. ബെയിലിയാ ബെന്റിൽ എന്താ അവളുടെ പേര്? ക്ലബിലേക്ക് വാ, അപ്പൊ പറയാം. എന്നോടൊക്കെ വന്ന് വിളിച്ചെങ്കിൽ ഞാൻ ചോദിക്കൊന്നുമില്ലായിരുന്നു, ഞാൻ കൂടെ പോയേനെ. വാൽപാടി. പക്ഷെ ശങ്കർ പറയും ഞാൻ വരില്ല എന്ന്. കാരണം നീ വിളിക്കുന്നിടത്തൊക്കെ വരാൻ ഞാൻ എന്താടി വേലയും കൂലി ഇല്ലാത്ത അക്ബറാണെന്ന് കരുതിയോ നീ? അപ്പതാണ്ട് ആ ചേട്ടന് ദേഷ്യം വരും. അല്ല മേഡം, ഇവനോടൊക്കെ എന്താ ഇത്ര സംസാരിക്കുന്നേ? ഞാനിവിടെ ഇല്ലേ? എന്തിനാ ചേട്ടൻ ഇങ്ങനെ കോമഡി കാണിക്കുന്നേ? ഞാൻ കൈവച്ച നീ ഇരുന്നിടത്തിരുന്ന് മുള്ളിപ്പോ. അവിടെ പിന്നെ കിട്ടി, പക്ഷെ തട്ടിക്കൊണ്ടു പോലും നടക്കൂല. നിന്നെ ഞാൻ പൊക്കിയിരിക്കൂടാ, ഏത് മോറ്റവനാണേലും. ഇവളും ഗണ്ടോ നിനക്കൊന്നും പറ്റില്ലോ, കുഴപ്പമൊന്നുമില്ലോ. പിന്നെ അവൻ മറ്റേ നായികയുടെ അടുത്ത് എന്തൊക്കെയോ കുൽസിതം കാണിക്കും, പക്ഷെ ഒന്നും നടക്കൂല. ബിഗ് ബുൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ബിഗ് ബുൾ ഇന്ത്യയിലേക്കോ? CBI ഓഫീസർ ബി ലൈക്ക് എടാ തമാശ പറയാണ്ട് പോടാ, പിന്നെ ബിഗ് ബുള്ള് വരല്ലേ? സീരിയസ് ആയിട്ട് പറയാണ്, കൺഫേം ന്യൂസ്. പ്രൈവറ്റ് ജെറ്റിലാണ് വരുന്നത്. ഇംപോസിബിൾ. എന്റെ പൊന്നു സാറ് സത്യമായിട്ടും വരും. ആണോ? എന്നാ നമുക്ക് പോയി നോക്കാം. ബിഗ് ബുള്ള് പ്രൈവറ്റ് ജെറ്റിൽ വന്നിട്ട് കാറി കയറി പോയി കഴിയുമ്പോ CBI ഓഫീസേഴ്സ് വന്നിട്ട് ഫുൾ സെർച്ചിങ് ആണ്. എടേ അവർ 5 മിനിറ്റ് മുമ്പ് പോയടേ. അത് കഴിയുമ്പോ പിന്നെയും പൈസ അടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ശങ്കർ പിന്നെയും വരും. അവിടെ താണ്ടാ നിൽക്കുന്ന ഒരു കള്ളി. ഇത് നമ്മുടെ നായികയല്ലേ? കള്ളി പൂങ്കുയിലേ. ഇവളും കള്ളിയായിരുന്നാ? നമ്മള് രണ്ടുപേരും ഒന്നിച്ചാ നമുക്കൊരു ഗബ്ബർ സിംഗ് പറക്കും. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നിക്കും. എന്നിട്ട് പെയറായിട്ട് മോഷ്ടിക്കാൻ തീരുമാനിക്കും. അത് കഴിയുമ്പോ പാട്ട്. ഈ സിനിമയിൽ ആകെ കൊള്ളാവുന്ന ഒരു ഭാഗം ഈ പാട്ടിലെ കുറച്ച് വിഷ്വൽസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും കുറ്റം പറയുന്നില്ല. നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാ ഞാൻ തീർത്ത് കളയല്ലാത്തിനെ. പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശങ്കറും ഹീറോയിനും റെസ്റ്റ് എടുക്കുകയായിരിക്കും. ഇത്രയും പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നമ്മുടെ മെഹന്തി ഫംഗ്ഷനോ ഫോട്ടോഷൂട്ടിനോ വേണ്ടിയൊന്നുമല്ല. പിന്നെന്തിനാ? ഓൺലി ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റിന് എന്തിനാടാ ഇത്രയും പൈസ? അതെന്തുവാ കൊറേ തോക്ക് വരുന്നേ? ആ ശങ്കറിനെ തട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വന്നു. പിന്നെ എന്തുണ്ടാക്കാനാണ് എന്നെ ലാബിലേക്ക് കൊണ്ടുവന്നേ? അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ശങ്കറിനെ അവർ ലാബിലെത്തിക്കും. നായകൻ ബി ലൈക്ക് ഇവനല്ലേ അമ്മേനെ കൊന്നത്, കള്ളപ്പന്നി നിന്നെ കൊല്ലൂടാ ഞാൻ. ആ ഡയലോഗ് പറയുമ്പോഴേക്കും സയന്റിസ്റ്റ് ഗിരിജാവിന് ഇഞ്ചക്ഷൻ വെച്ച് അവന്റെ ബോധം പോകും. എന്നിട്ട് മെമ്മറി എടുത്ത് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവന്റെ മെമ്മറി ഒന്ന് ചെക്ക് ചെയ്യണം. സയന്റിസ്റ്റ് ഗിരിജ ബി ലൈക്ക് ഈശ്വര കറക്റ്റ് ആയിട്ട് കോപ്പി ഉണ്ടാവണേ, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. പക്ഷെ കറക്റ്റ് ടൈമില് CBI ഓഫീസേഴ്സ് വന്നിട്ട് ശങ്കറിനെ രക്ഷിക്കും. എന്നിട്ട് പോണ വഴിക്ക് നമ്മുടെ ബിഗ് ബുളിന്റെ ടീമായിട്ട് പിന്നെയും ഫൈറ്റ്. അത് കഴിഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്ന് കാറ് ചാടിച്ച് എസ്കേപ്പ് ആവും. പക്ഷെ പുഴയിൽ വീണ ശങ്കർ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല.
ആർക്കെങ്കിലും എന്റെ മൊബൈൽ കൊടുത്താൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ബെന്നിലേക്ക് അറിയാലോ. അത് ശരി, അത് പോയിന്റ്. അപ്പോ എന്റെ മെമ്മറി മറ്റൊരുത്തിന് കൊടുത്താൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബിഗ് ബുള്ളിന് ബുദ്ധി വന്നത്. അവൻ എന്റെ മെമ്മറിയും കൊണ്ടാ കടന്നു കളഞ്ഞത്. അത് ശരി, ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണ്? അവനെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ട് അവനോട് പഞ്ച് ഡയലോഗ് അടിച്ച് അവന്റെ തലയിലേക്ക് മെമ്മറി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം എല്ലാം പറയണേട്ടാ. ഇത്രയും വലിയ ഹാർഡ് ഡിസ്ക് തല വെച്ചേക്കുന്നേ. അത് കഴിയുമ്പോ ഹീറോ രക്ഷപ്പെട്ട് നായികയുടെയും കൂട്ടുകാരന്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. ഞാൻ പോയി USB കേബിൾ എടുത്തോണ്ട് വരാം. വിറ്റുവല്ലോടെങ്കിൽ കോപ്പി ചെയ്യാലോ. ഹീറോ ബി ലൈക്ക്, അസ്ഥാനത്താണോടാ നിന്റെ ഓഞ്ഞ കോമഡി. 4 ദിവസം കൊണ്ട് എനിക്ക് എന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെടും. പുഷ്പമ്മയാണ് എനിക്കെല്ലാം. ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇത്രേ ഉള്ളൂ. പണ്ട് ബിഗ് ബുളിന്റെ അപ്പന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു നമ്മുടെ ശങ്കറിന്റെ അമ്മ. ഒരു ദിവസം ബിഗ് ബുള്ളും അപ്പനും തമ്മിൽ എന്തോ അടിയായിട്ട് ബിഗ് ബുള്ള് അപ്പനെ കൊല്ലും. ഇത് കണ്ടു നിന്ന് അമ്മേനെയും കൊല്ലും. അങ്ങനെ അമ്മേനെ കൊന്ന ബിഗ് ബുള്ളിനോട് പ്രതികാരം ചെയ്യാനാണ് നമ്മുടെ ശങ്കർ ബിഗ് ബുള്ളിന്റെ പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് അയാളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബുള്ളിനെ കൊല്ലണം എന്നാണ് ശങ്കറിന്റെ ആഗ്രഹം. മൈ പാസ്വേഡ്സ്, മൈ ലോക്കർ കോഡ്സ്, എനിക്ക് എത്രമാത്രം നിക്ഷേപമുണ്ടെന്നും എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്നും എന്തൊക്കെ സീക്രട്ട് ഉണ്ടെന്നും അവന് വ്യക്തമായിട്ട് അറിയാം. ഓ, തനിക്ക് ഇത് ഇപ്പോഴാണ് ഇവിടെ മനസ്സിലായത്. മണ്ട മണ്ട മരം മണ്ട, വലിയ ഡോണ. ശങ്കറിന് അതിന്റെ ഇടയ്ക്ക് വന്ന് പോവും. എന്താ ബിഗ് ബുളിന്റെ മെമ്മറീസ്? നിനക്കൊന്നും സംഭവിക്കില്ല ശങ്കർ, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ നായിക അതിനൊരു മരുന്ന് എടുക്കും. എന്താന്നറിയോ? ദേ എന്റെ കണ്ണിലേക്ക് നോക്ക്. കണ്ണിലേക്ക് നോക്കിയാ ശരിയാവോ? എന്റെ തലമണ്ട ആകും. എടാ എടാ എടാ, ഇപ്പൊ നിനക്ക് ഓർമ്മയൊന്നും വന്നില്ല അല്ലേ? അല്ല, ഇത് അന്യനല്ലേ? മറ്റേ റെമും അന്യനുമായിട്ട് മാറണ സീ. നായിക മീലേക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി വരുന്നത്? ഒന്ന് മൂടായി വരായിരുന്നു. അങ്ങനെ ബിഗ് ബുള്ളായ നായകന്റെ ചെകിടത്ത് നോക്കിയിട്ട് നായകൻ ഒറ്റ അടി കൊടുക്കും. അപ്പൊ ശങ്കർ തിരിച്ചു വരും. ഒരു അടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി ഷിഫ്റ്റ് ആവോ? ഇത്രയും പ്രശ്നമുള്ളപ്പോ ഇവര് പോയി കള്ളു പിടിച്ച് ഡാൻസ് കളിക്കാൻ പോണു. എന്തിനാണ് ഇപ്പൊ ഒരു ഡാൻസ്? എന്ത് ആവശ്യമുണ്ടോ അതിന്റെ? വേറെ ആളെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ച ആ ബഡ്ജറ്റ് കൂടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. നായിക ഉണ്ടല്ലോ, എന്നാൽ എല്ലാത്തിലും നായിക തന്നെ കളിക്കട്ടെ എന്ന് വെച്ചിട്ട് എല്ലാത്തിലും നായികനെ കയറ്റി ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിയുമ്പോ CBI വന്ന് ശങ്കറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. നായികനെ ആണെങ്കിൽ ബിഗ് ബുള്ളിന്റെ ആൾക്കാരും പിടിച്ചോണ്ട് പോകും. നിന്റെ ഈ ഐഡിയ ഒരിക്കലും കള്ളം പറയില്ല. അപ്പൊ ബിഗ് ബുള്ള് പറയും, എടി കള്ളി, നീ അവന്റെ ഗേൾ ഫ്രണ്ട് മാത്രമല്ലല്ലോ, നീ എൻഫോഴ്സ്മെന്റിലെ ഓഫീസർ കൂടിയല്ലേ. എന്റെ നിന്റെ ID കാർഡ് ഉണ്ടടി മോളെ. നിങ്ങളുടെ ബ്ലാക്ക് മണി കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് തന്നെയാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്. നല്ല ഫ്രഷ് ട്വിസ്റ്റ് അല്ലേ ഇത്? സൂപ്പർ. നോട്ട് ബിഗ് ബുൾ, നിനക്കൊരു കോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലടാ. പക്ഷെ നമ്മുടെ ശങ്കർ ആണെങ്കിലോ ബിഗ് ബുൾ അയക്കാ. അങ്ങനെ ബിഗ് ബുള്ള് വൺ ഡയലോഗ് അടിക്കുമ്പോ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവന്റെ തലക്കടിക്കും. അപ്പൊ ശങ്കർ വരും. ശങ്കർ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? അറ്റടിയിലല്ലേ മെമ്മറി ട്രാൻസ്ഫർ ആവണേ. അത് കഴിഞ്ഞിട്ട് CBI പറഞ്ഞിട്ട് ശങ്കർ എന്ത് ചെയ്യും? ബിഗ് ബുള്ളിന്റെ ബാങ്കിന്റെ പാസ്വേഡ് മാറ്റും. ബിഗ് ബുള്ള് പുക വലിച്ചിട്ട് ഇതെന്താ 2 സൈഡിൽ നിന്നും പുക തന്നെ നോക്കുമ്പോ ഫോണില് മെസ്സേജ്, എന്റെ പാസ്വേഡ് മാറ്റി. മാറിയെ എത്രയും പെട്ടെന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ ഈ ബുള്ളറ്റ് നിന്റെ നെറ്റി കയറും. നായിക നീ അല്ലടാ പൊട്ട അവന് മെമ്മറി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. എനിക്ക് കുറ്റം, എന്നെ കൊല്ലുന്ന എന്തിന്? അവന്റെ ആസനത്തിൽ ഗ്രാനേഡ് കേട്ടു ഞാൻ. എടാ, എനിക്ക് അറിയാൻ പാടുള്ളത് നിനക്ക് തന്നെ പരിപാടി. നീ അങ്ങ് ഒലത്തിക്കളയോ? അങ്ങനെ നായികനെ രക്ഷിക്കാൻ പോണ വഴിക്ക് CBI ഓഫീസർ പിന്നെ തലക്കിട്ടൊരു അടി കൊടുക്കും. അപ്പൊ ബിഗ് ബുള്ള് വരും. ഇറങ്ങടാ. ഞാൻ ഇറങ്ങില്ല. ഇറങ്ങില്ലല്ലേ താൻ? കാണിച്ചാലോ. CBI ഓഫീസർ വണ്ടി ഇടിച്ചിട്ട് ഇവരെന്താ തെറിച്ചു പോകാത്തെ? 2 bodies, 1 mind. അങ്ങനെ CBI ഓഫീസർ ഇറക്കി വിട്ടിട്ട് നമ്മുടെ ബിഗ് ബുള്ളും നേർക്ക് നേർ കാണും. നീയും ഞാനും ഒന്നാണെന്ന്. സഞ്ജയ് ദത്ത് ലൈക്ക് ശരിക്കും? അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യടാ കുട്ടാ. ആർ യു ബിഗ് ബുൾ? യെസ്. ഹൂ കിൽഡ് യുവർ ഡാഡ്? ഞാൻ തന്നെ. അപ്പൊ സഞ്ജയ് ദത്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് മെമ്മറി കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. ലാസ്റ്റ് ചോദിക്കും, ആ ഗോൾ എന്താണെന്ന്. എന്താണെന്നറിയോ പർപ്പസ്? കലാപം ഉണ്ടാക്കിയിട്ട് നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും 2 രാജ്യമാക്കണം. എന്നിട്ട് അവിടെ ഡ്രഗ്സും ഇതൊക്കെ സപ്ലൈ ചെയ്യണം. അപ്പൊ ഇവർ ഇതൊക്കെ വാങ്ങിച്ചോളൂന്ന്. 10 വർഷം കൊണ്ട് ഈ രാജ്യം തകർന്ന് തരിപ്പണമായി പൊക്കോളും. കാരണം മണ്ട GDP താന്ന ഇതൊക്കെ വാങ്ങാൻ ഇവരുടെ എവിടെ നടാ പൈസ? അങ്ങനെ 2 ബിഗ് ബുൾ ആയതിന്റെ സന്തോഷത്തിൽ പാട്ട്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നായികനെ കൊണ്ടു ഡാൻസ് കളിപ്പിക്കണം. വേറെ നായികക്ക് പൈസ കൊടുക്കാനില്ല. എനിക്ക് തിരിച്ചു വേണം സർ. അങ്ങനെ പാട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ശങ്കറിനെയും തട്ടിക്കൊണ്ട് നായിക അവിടെ നിന്ന് എസ്കേപ്പ് പോകും. എന്നിട്ട് ശങ്കറിനെ ഒരു സ്റ്റേഷനിൽ കൊണ്ടിരുത്തും.
അപ്പൊ അവിടെ ഒരു അമ്മച്ചീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. ആ അമ്മച്ചിയുടെ പേരും പുഷ്പമ്മ എന്നാ. പെട്ടെന്ന് ബിഗ് ബുള്ള് മാറി ശങ്കറാവും. കഴിക്ക്. പിന്നെ അവിടുത്തെ പോലീസുകാരെ കടിച്ചിട്ടിട്ട് ശങ്കർ അമ്മേനെയും കൊണ്ട് എസ്കേപ്പ് ആവും. ഇവന് കറണ്ട് അടിക്കാണോ? അങ്ങനെ ബിഗ് ബുള്ളായിട്ട് മാറിയ ശങ്കർ കാർ എടുത്തുകൊണ്ട് പോകുമ്പോ അമ്മച്ചി കയറി നോക്ക്. ഈ സീനൊക്കെ ഞങ്ങളുടെ അരിശ്രേശോകൻ ചേട്ടൻ പണ്ടേ വിട്ടതാ. എടാ മോനെ, മോനെ പേടിക്കണ്ട, അച്ഛനെ വരെ മോനെ വിളിക്കണേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ അമ്മച്ചിക്ക് വെടികൊണ്ട് ചാവാനുള്ള എന്തോ അതിയായ ആഗ്രഹം ഉണ്ടിട്ടാ. ഞാനൊന്നും ചെയ്യില്ല, ഇവിടെ മാറി ഇരുന്ന് നോക്കിക്കോളാം. ഒന്നും ചെയ്യണ്ടാടി ഇരുന്ന. എന്റെ തലയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുന്നേ. ആ ഇതൊക്കെ കണ്ട എന്റെ തലയ്ക്ക് അസുഖം. ഇവിടുന്ന് വേഗം പോ നോക്ക്. വെള്ളി എന്തുട്ടാണ് റെയിൻകോട്ടിന്റെ പാൻറ്. അവിടേക്ക് CB ഓഫീസേഴ്സ് വരും. പിന്നെ വെടി ആകെ ബഹളം. അതിനിടയ്ക്ക് പാവം നമ്മുടെ വേദിയില് നായിക വെടി വെച്ച് കൊല്ലും. എന്നിട്ട് അവൾ പറയണേട്ടാ, എടി ഒരാളെ വെടി വെച്ച് കൊന്നിട്ടാണോ നീ സോറി എന്ന് പറയണേ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓടിയിട്ട് ഒരു DJ പാർട്ടി നടക്കണ ഒരു പബ്ബിലേക്ക് വരും. സോറി, അത് പബ്ബല്ല, എന്തോ ഭക്തി പൂജ നടക്കണ സ്ഥലം. നിന്നെ കൊല്ലാൻ വേണ്ടി ഇത്രയും പ്ലാൻ ചെയ്തു ഇവനാ. അപ്പൊ CB ഓഫീസർ പറയും, അവിടെയുള്ള ഡോക്ടറിന്റെ വസ്താക്കിട്ട് നിന്റെ സ്കാൻ റിപ്പോർട്ട് ചേഞ്ച് ചെയ്തു. എന്താണ്? ആ ഡോക്ടറെ കൊണ്ട് തന്നെ നിനക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് പറയിപ്പിച്ചു. അത് ശരി. അതായത് ഡോക്ടറെ കൊണ്ട് ട്യൂമറാന്ന് പറയിപ്പിച്ചതും ബിഗ് ബുള്ളിനെ നാട്ടിലെത്തിച്ചതും മെമ്മറി ട്രാൻസ്ഫർ ചെയ്തതും എല്ലാം ശങ്കറിന്റെ ഐഡിയ ആയിരുന്നു. നിന്നെ നോക്കുന്ന നേഴ്സ് പോലും ഞങ്ങളാണ്. നിന്നെ ഈ നിലയിലാക്കിയത് ഇവനാ. ബിഗ് ബുൾ ബി ലൈക്ക്, അപ്പൊ ഞാൻ പൊട്ടനാ. നിന്റെ ഹാർഡ് ഡിസ്ക് ഇപ്പൊ അവന്റെ കയ്യിലാ. എടാ ഇയാൾ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ കഥയൊക്കെ അയാളോട് പറയണേ? അപ്പൊ പിന്നെ ഞാനാണ് ബിഗ് ബുൾ. അങ്ങനെ സഞ്ജയ് ദത്ത് മനസ്സിലാക്കും പുള്ളിക്ക് ട്യൂമർ ഇല്ലാന്ന്. അപ്പൊ സഞ്ജയ് ദത്ത് പറയും, യെസ്, ഇനി ഒരു ബിഗ് ബുള്ള് മതി, നീ ചത്തോ. ഞാനുള്ളപ്പോ നീ എന്തിനാണ്? എന്നാ പിന്നെ 2 ബിഗ് ബുള്ളിന്റെ ആവശ്യം എന്ത്? ഒരാള് മതി എന്ന് പറഞ്ഞ് 2 കൂടി അടിയും. മറ്റേ അമ്മച്ചീനെ പിന്നെ അവിടെ നിന്ന് തള്ളിയിടുമ്പോ ബിഗ് ബുള്ളിന്ന് ശങ്കറായിട്ട് മാറും. അതെനിക്ക് ഇടിയോടി. ഉന്നത്തില് വെടി പോലും വെക്കാൻ അറിയാത്ത താനൊക്കെ ഒരു ഡോണാണോടോ. അങ്ങനെ ലാസ്റ്റ് ശൂലെറിഞ്ഞ് ശങ്കർ ബിഗ് ബുള്ളിനെ കൊല്ലും. ഈ ചേച്ചി അവിടെ എന്തിനാ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല, നിനക്കറിയോ? തോമസ് എന്റെ മെമ്മറി മുഴുവൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരി, മെമ്മറി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് സയന്റിസ്റ്റ് ഗിരിജ. എടാ ഇതെന്തോടെ വിൻഡോസിന്റെ ലാപ്ടോപ്പാ, ഇടയ്ക്കിടയ്ക്ക് ഫോർമാറ്റ് ചെയ്ത് ഇങ്ങനെ മെമ്മറി അങ്ങോട്ട് കയറ്റി കൊടുക്കാൻ. പഴയ ശങ്കറായി ഞാൻ ഈ സിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്യും. വേറെ ഒന്നിനും വേണ്ടിയല്ല, പാർട്ട് 3 ഇറക്കണം, അതിനെന്നെ. സ്മാർട്ട് എന്ന് പറഞ്ഞ ഈ സിനിമയുടെ റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ഇവിടെ തീരുന്നു. വലിയ കഥയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് 35 മിനിറ്റിന്റെ വീഡിയോ ആണോ അതോ ഇതേപോലത്തെ ചെറിയ വീഡിയോ ആണോ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.